വാർത്തകൾ തുടരുന്നു. നാട്ടിക ഫർക്ക കുടിവെള്ള വിതരണ പദ്ധതിയുടെ അവലോകന യോഗത്തിൽ ജില്ലാ ഭരണകൂടത്തിനെതിരെ രൂക്ഷ വിമർശനം. പഞ്ചായത്തുകൾ കുടിവെള്ളക്ഷാമത്തിന് അറുതി വരുത്തുന്നതിന് തയ്യാറാക്കിക്കൊടുത്ത പദ്ധതികളെല്ലാം അവഗണിക്കപ്പെടുന്നതായി പഞ്ചായത്ത് പ്രസിഡന്റുമാർ പരാതി ഉന്നയിച്ചു. ഏങ്ങണ്ടിയൂർ മുതൽ ശ്രീനാരായണപുരം വരെയുള്ള 10 പഞ്ചായത്തുകളിൽ കുടിവെള്ള വിതരണത്തിന് 700 mm വ്യാസമുള്ള പ്രീമോ പൈപ്പുകൾ മാറ്റി പകരം ഡക്ട് അയൺ പൈപ്പുകൾ മാറ്റുന്നതിന് 652 ലക്ഷം രൂപയുടെ പദ്ധതിയാണ് അംഗീകാരം കാത്തു കഴിയുന്നത്. കൂടാതെ പമ്പ് ഹൌസുകളിലെ പഴയ മോട്ടോറുകൾ മാറ്റി പുതിയവ സ്ഥാപിക്കുന്നതിനായി 80 ലക്ഷം രൂപയുടെ എസ്റ്റിമേറ്റും തയ്യാറാക്കി അയച്ചിട്ടുണ്ട്. പുതിയ നാട്ടിക നിയോജക മണ്ഡലത്തിൽ പുതിയ പൈപ്പ് ലൈൻ സ്ഥാപിക്കുന്നതിന് 20 കോടി രൂപയുടെ പുതിയ പദ്ധതികളാണ് ഒരുങ്ങുന്നത്. ഇതിനും കൂടി അനുവാദം കിട്ടിയാൽ പുതിയ നാട്ടിക നിയോജക മണ്ഡലത്തിൽ കുടിവെള്ളക്ഷാമം പരിഹരിക്കാനാകുമെന്ന് MLA പറഞ്ഞു. ഗീതാഗോപി MLA അധ്യക്ഷയായി. തളിക്കുളം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് K ദിലീപ് കുമാർ, പഞ്ചായത്ത് പ്രസിഡന്റുമാരായ അനിൽ പുളിക്കൻ, PR സുശീല, PI ഷൌക്കത്ത് അലി, ജില്ലാ പഞ്ചായത്ത് അംഗം ഷീല വിജയകുമാർ, വാട്ടർ അതോറിറ്റി പ്രൊജക്ട് ഡിവിഷൻ എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ സിറിയക്, നാട്ടിക അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ VK രാജേഷ് എന്നിവർ സംസാരിച്ചു. മണ്ണിന് പൊന്നിനേക്കാൾ വിലയുള്ള ഇക്കാലത്ത് സ്വന്തം സ്ഥലത്തിലെ 15 സെന്റ് ഭൂമി വിട്ടുകൊടുത്ത് 15 കുടുംബങ്ങൾക്ക് വഴി നൽകിയ കൊപ്പറമ്പിൽ മുഹമ്മദ് അലിക്ക് ഒരു നാടിന്റെ മുഴുവൻ അഭിനന്ദനം. നാട്ടിക പഞ്ചായത്തിലെ 4-ാം വാർഡിൽ താന്നപ്പാടം റോഡ് ഉദ്ഘാടന ചടങ്ങായിരുന്നു വേദി. 13 SC കുടുംബങ്ങൾക്കും 2 ജനറൽ കുടുംബങ്ങൾക്കും നടന്നു പോകുന്നതിനുള്ള വഴിയാണ് ഉണ്ടായിരുന്നത്. എന്നാൽ കൊപ്പറമ്പിൽ മുഹമ്മദ് അലി തന്റെ ഭൂമിയിൽ നിന്ന് 15 സെന്റ് സ്ഥലമാണ് ഈ കുടുംബങ്ങൾക്ക് വിട്ടു നൽകിയത്. റോഡ് പരിസരത്ത് നടത്തിയ ചടങ്ങ് ഗീതാഗോപി MLA ഉദ്ഘാടനം ചെയ്തു. ഇതിന്റെ വിഷയങ്ങൾ അറിഞ്ഞപ്പോൾ ഞാൻ ഈ സദസ്സിൽ മനസ്സ് നിറഞ്ഞ് സന്തോഷിക്കുന്നത് ഈ കേരളത്തിലെ തന്നെയല്ല, ഈ തൃശ്ശൂർ ജില്ലയിലെ നാട്ടിക ഗ്രാമപ്രദേശങ്ങളിലെ നമ്മുടെ മണ്ഡലങ്ങളുടെ സാധാരണ ജനവിഭാഗങ്ങളുടെ കണ്ണു തുറന്നതാണ് നമ്മുടെ മുഹമ്മദ് അലി. ഇന്നത്തെ കാലഘട്ടത്തിൽ സ്വന്തം സ്വാർത്ഥ താല്പര്യവും നമ്മൾക്കും വേണം എന്നുള്ള ഒരു അവകാശവാദം പൊതുജന സമൂഹത്തിൽ നിലനിൽക്കുമ്പോൾ അതിനെല്ലാം അപ്പുറത്ത് നിന്നുകൊണ്ട് ബഹുമാനപ്പെട്ട മുഹമ്മദ് അലിക്ക തന്റെ സ്ഥലത്ത് നിന്ന് 12 അടി വിട്ടുകൊടുത്ത് അപ്പുറത്തെ കരയിൽ 15ഓളം പട്ടികജാതി കുടുംബങ്ങൾ അടങ്ങുന്നതും സാധാരണ ജനവിഭാഗം അടങ്ങുന്ന ഒരുപാട് കുടുംബങ്ങൾക്ക് സ്വന്തം വഴിയിലൂടെ സ്ഥലം വിട്ട് നൽകിക്കൊണ്ട് ഒരു റോഡ് മാർഗം സൃഷ്ടിക്കാൻ ജനസമൂഹത്തിൽ മാതൃകയായി മുന്നോട്ട് വന്ന പ്രിയപ്പെട്ട മുഹമ്മദ് അലിക്ക് ഞാൻ ഹൃദയം നിറഞ്ഞ ഭാഷയിൽ ഞാൻ അദ്ദേഹത്തെ അഭിനന്ദിക്കുക. പഞ്ചായത്ത് പ്രസിഡന്റ് അനിൽ പുളിക്കൻ അധ്യക്ഷനായി. ഭൂമി ദാനം ചെയ്ത കൊപ്പറമ്പിൽ മുഹമ്മദ് അലിയെ ഗീതാഗോപി MLA പൊന്നാട അണിയിച്ചു. പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ശ്രീദേവി ഷൺമുഖൻ, സ്ഥിരം സമിതി അംഗങ്ങളായ VR വിജയൻ, MV വിമൽ കുമാർ, പഞ്ചായത്ത് അംഗങ്ങളായ C ശങ്കരനാരായണൻ, സുമതി അരവിന്ദാക്ഷൻ, MK മോഹനൻ, തൃപ്രയാർ പ്രസ് ക്ലബ്ബ് പ്രസിഡന്റ് VH വലപ്പാട്, CK രാജേന്ദ്രബാബു എന്നിവർ സംസാരിച്ചു. സംഘാടക സമിതി ചെയർമാൻ PV രാധാകൃഷ്ണൻ സ്വാഗതവും ഗീതാഞ്ജലി തിലകൻ നന്ദിയും പറഞ്ഞു. പീലിക്കാവടികളും വർണ്ണക്കാവടികളും നിറഞ്ഞാടി. തളിക്കുളം ശ്രീധർമ്മശാസ്താ ക്ഷേത്രത്തിലെ ഉത്രം വിളക്ക് മഹോത്സവം വർണ്ണാഭമായി. രാവിലെ വിവിധ ദേശ കമ്മിറ്റികൾ ഒരുക്കിയ 7 സെറ്റ് കാവടികളാണ് ക്ഷേത്രത്തിൽ എത്തിയത്. വിവിധ തരം കാവടികൾ ക്ഷേത്രത്തിൽ ആടിത്തകർത്തു. നാദസ്വരം, ശിങ്കാരിമേളം, കരകാട്ടം, തെയ്യം കാവടിയാട്ടത്തെ മനോഹരമാക്കി. വൈകിട്ട് നടന്ന പകൽപൂരത്തിൽ 5 ആനകൾ അണിനിരന്നു. രാത്രിയിലും വിവിധ ദേശ കമ്മിറ്റികളുടെ കാവടി വരവ് ഉണ്ടായിരുന്നു. അന്തിക്കാട് BRCയുടെ നേതൃത്വത്തിൽ സംഘടിപ്പിക്കുന്ന ത്രിദിന സഹവാസ ക്യാമ്പിന് തുടക്കമായി.
ശാരീരിക മാനസിക വെല്ലുവിളികൾ നേരിടുന്ന കുട്ടികൾക്കായാണ് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ സഹകരണത്തോടെ കളേഴ്സ് എന്ന പേരിൽ ക്യാമ്പ് തുടങ്ങിയത്. പെരിങ്ങോട്ടുകര GMLP സ്കൂളിൽ ആരംഭിച്ച ക്യാമ്പ് താന്യം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് PR സുശീല ടീച്ചർ ഉദ്ഘാടനം ചെയ്തു. നടക്കാൻ കഴിയാത്ത അല്ലെങ്കിൽ അവരുടെ സ്വന്തം കാര്യം ചെയ്യാൻ കഴിയാത്ത കുട്ടികളുണ്ടെങ്കിൽ മാത്രം രക്ഷിതാക്കൾ നിൽക്കുക. മറ്റ് രക്ഷിതാക്കളൊക്കെ നല്ല വിശ്വാസത്തോടു കൂടി 3 ദിവസം കുട്ടികളെ ഇവിടെ നിർത്തിപ്പോകുക. ഇടയ്ക്ക് അവരെ കാര്യങ്ങള് ഫോണിലൂടെ മാഷന്മാരോട് ചോദിച്ചറിയാം, അല്ലെങ്കിൽ വന്ന് അന്വേഷിച്ച് പോകാം. ഞാൻ പറയുന്നത് അവരെ സ്വതന്ത്രമായി വിടുക. PTA പ്രസിഡന്റ് രതി അനിൽകുമാർ അധ്യക്ഷത വഹിച്ചു. പ്രധാനാധ്യാപിക TP രാധ, വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ മായ സുരേഷ്, BRC ട്രെയിനർ AA അബ്ദുൾ റഷീദ് എന്നിവർ സംസാരിച്ചു. നാട്ടിക ഗ്രാമപഞ്ചായത്തിന്റെ 100 ദിന കർമ്മ പരിപാടിയിലെ ഭർത്താവ് മരണപ്പെട്ടാൽ ഭാര്യയ്ക്ക് അടിയന്തര ധനസഹായം എന്ന പദ്ധതി തൃശൂർ കോർപ്പറേഷൻ ഡെപ്യൂട്ടി മേയർ സുബി ബാബു കല്ലയിൽ സുധൻ ഭാര്യ സരസയ്ക്ക് നൽകിക്കൊണ്ട് ഉദ്ഘാടനം ചെയ്തു. പഞ്ചായത്തുമായിട്ട് ബന്ധമില്ലാതെ സന്നദ്ധ സംഘടനകളെയും സുമനസ്സുകളെയും സുമനസ് ഉള്ള വ്യക്തികളെയും കണ്ടെത്തിക്കൊണ്ട് ധാരാളം കാര്യങ്ങൾ ഈ പഞ്ചായത്തിൽ ചെയ്യുവാനായിട്ട് മുൻകൈ എടുത്തിരിക്കുകയാണ് ഇവിടുത്തെ പഞ്ചായത്ത് പ്രസിഡന്റ് ഉൾപ്പെടെയുള്ള സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺസ്, അതുപോലെ തന്നെ പൊതുപ്രവർത്തകരുൾപ്പെടെയുള്ള ഒരു ടീം വർക്കിൻ്റെ ഫലമായിട്ടാണ് ഇത്തരമൊരു പരിപാടി സംഘടിപ്പിക്കാൻ സാധിച്ചത്. ആദ്യമായിട്ട് ഞാൻ പ്രത്യേകം ഇതിൻ്റെ പഞ്ചായത്ത് പ്രസിഡന്റിനെയും അതുപോലെ തന്നെ ഇതിലെ മെമ്പേഴ്സിനെയും ഒക്കെ ഞാൻ ആദ്യമായിട്ട് അഭിനന്ദിക്കുകയാണ്. നാട്ടിക ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് അനിൽ പുളിക്കൻ അധ്യക്ഷത വഹിച്ചു. ബഷീർ വലിയകത്ത് മുഖ്യാതിഥിയായിരുന്നു. ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ശ്രീദേവി ഷൺമുഖൻ, സ്ഥിരം സമിതി അംഗങ്ങളായ VR വിജയൻ, ലിജി നിതിൻ, MV വിമൽകുമാർ, അംഗങ്ങളായ C ശങ്കരനാരായണൻ, MK മോഹനൻ, ശ്രീദേവി മാധവൻ, തങ്കമണി ത്രിവിക്രമൻ, സുമതി അരവിന്ദാക്ഷൻ, അനിത ജ്യോതി, സത്യഭാമ ജയബാലൻ, ഉപദേശക സമിതി അംഗങ്ങളായ PM സിദ്ദിഖ്, BK ജനാർദ്ദനൻ, PSP നസീർ, CS മണികണ്ഠൻ, KB ഹംസ, KK ഷീജ, മനോജ് തുടങ്ങിയവർ പങ്കെടുത്തു. തുടർന്ന് അമ്പലത്ത് രാധാകൃഷ്ണൻ ഭാര്യ മല്ലിക, ബ്ലാങ്ങാട്ട് ബാഹുലയൻ ഭാര്യ സുശീല, പുതിയ വീട്ടിൽ ഇബ്രാഹിം ഭാര്യ ഫാത്തിമ, കിഴക്കൻ രവി ഭാര്യ ലത തുടങ്ങിയവർക്കും ധനസഹായം നൽകി. ദേശീയപാത 17 എസ്എൻപുരം പനങ്ങാട് സ്കൂളിന് സമീപം മിനി ലോറി വൈദ്യുതി പോസ്റ്റിലിടിച്ച് മറിഞ്ഞു. ഇന്ന് പുലർച്ചെ 4:30ഓടെയാണ് എണ്ണ കയറ്റി വന്ന മിനി ലോറി നിയന്ത്രണം വിട്ട് 2 വൈദ്യുതി പോസ്റ്റുകൾ തകർത്ത് മറിഞ്ഞത്. അപകടത്തിൽ ആർക്കും പരിക്കില്ല. പ്രധാന വാർത്തകൾ വീണ്ടും. നിരവധി കവർച്ചാ കേസിലെ പ്രതിയെ കാട്ടൂർ പോലീസ് പിടികൂടി. എടത്തിരുത്തി കുട്ടമംഗലം സ്വദേശി നൌഫലാണ് പിടിയിലായത്. ആധാരമെഴുത്ത് തൊഴിൽ മേഖല അന്യവൽക്കരിക്കുന്നതിൽ പ്രതിഷേധിച്ച് ഓൾ കേരള ഡോക്യുമെന്റ് റൈറ്റേഴ്സ് യൂണിയന്റെ ആഭിമുഖ്യത്തിൽ മതിലകത്ത് ധർണ നടത്തി. നാട്ടിക ഫർക്ക കുടിവെള്ള പദ്ധതിയുടെ അവലോകന യോഗത്തിൽ ജില്ലാ ഭരണകൂടത്തിനെതിരെ രൂക്ഷ വിമർശനം. വാർത്തകൾ കഴിഞ്ഞു. നമസ്കാരം.